എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. നേരത്തെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ് എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പുണ്ടായിരുന്നത്. അപ്പോൾ ശനിയാഴ്ച സ്വാഭാവികമായിട്ടും പെരുന്നാൾ അവധിയാണ്. അങ്ങനെയെങ്കിൽ 4 ദിവസം തുടർച്ചയായിട്ടുള്ള റേഷൻ അവധി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നേരത്തെയുള്ള വെള്ളിയാഴ്ച അവധി ഒഴിവാക്കി നാളെ 6-ാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുകയാണ്. പിന്നെ ശനി ഞായറും അവധിയായിരിക്കും. പിന്നെ തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം പുനരാരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എങ്കിലും നാളെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ BPL മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങുകയാണ്. മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഇനിയുണ്ട് എങ്കിൽ അത് 10-ാം തീയതിക്ക് മുമ്പ് ചെയ്യും വേണം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് നാളെ ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ: മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 2 പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 3-ഓ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയും കൊണ്ട് 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡിൽ മൊത്തം 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഇതാണ് ഈ ഒരു ജൂൺ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ. നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ നാളെ തന്നെ പോയിട്ട് വാങ്ങാം. ഇല്ല എങ്കിൽ പിന്നീട് തിങ്കളാഴ്ചയാണ് റേഷൻ കട. പിന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും ആരംഭിക്കുക. അന്ന് മുതൽ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാം. 15-ാം തീയതി വരെയാണ് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. ഉടനെ അതിനു വേണ്ടിയിട്ട് അർഹതയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട രേഖ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL ലിസ്റ്റിന് അർഹനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്, ഒരു സെക്രട്ടറിയുടെ ഒരു സമ്മതപത്രമാണ്. അത് കരസ്ഥമായി കഴിഞ്ഞാൽ BPL ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാദ്യം സംഘടിപ്പിക്കുക. മറ്റുള്ള രേഖകളൊക്കെ കൂടി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങളിലെത്തിയോ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്വന്തമായി സിറ്റിസൺ ലോഗിനിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മുൻഗണന റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ